ഈ ഇടയ്ക്ക് എനിക്ക് ഒരു കേസ് വന്നു. കിഡ്നി സ്റ്റോൺ ആണ് കേസ്. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കേസ് വരുമ്പോൾ സിവിയർ പെയിനും അതുപോലെ മൂത്രതടസ്സമായിട്ടാണ് വന്നത്. പെയിൻ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല, അത്രയും വേദനയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യൂറിൻ ആണെങ്കിലും മൂത്രാണെന്നുണ്ടെങ്കിൽ ലിറ്റിട്ടായിട്ടേ പോകുന്നുള്ളൂ, എന്തെങ്കിലും ചെയ്ത് തരണം, ഭയങ്കര വേദനയാണ്, ഉറങ്ങാൻ ഒന്നിനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വന്നത്. ശരി, അപ്പം അൾട്രാസൗണ്ട് സ്കാനിലൊക്കെ നോക്കുമ്പോൾ സ്കാനിൽ ഒത്തിരി കല്ലുകളുള്ളതായിട്ടും അത്യാവശ്യം നല്ല സൈസ് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്റ്റോൺ അവിടെ നിൽക്കട്ടെ, കാരണം എങ്ങും ബ്ലോക്ക് ഒന്നും ചെയ്ത് നിൽക്കുന്നില്ല. അപ്പം യൂറിൻ ഒന്ന് പോകാനും പിന്നെ പെയിൻ റിലീഫിനും പേഷ്യന്റ് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ വെച്ചിട്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വണ്ടി കാണുന്നില്ല, അതായത് തീരെ ഈ യൂറിൻ തീരെ പോകുന്നില്ല. ഒരു 8:45 ഞാൻ ക്ലിനിക് ഓപ്പൺ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഭയങ്കര ബഹളം, ഡോക്ടറില്ലേ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളം. അപ്പൊ ആ സമയത്താണ് കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പേഷ്യന്റ് വന്ന് ഡോക്ടർ തല്ലി, അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ആ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം ചോദിച്ചു. ആ പറഞ്ഞ ഒരു പുതിയ പേപ്പർ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ പുതിയ എടുത്ത് നീട്ടി ഞാൻ നോക്കിയപ്പോൾ എന്താ 2 സ്റ്റോൺ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു അത് പോന്നോ. അപ്പൊ ആദ്യം യൂറിൻ പാസ് ചെയ്തപ്പോ തരിതരിയായിട്ട് ഈ പഞ്ചസാര തരികൾ പോലെ എന്തോ പോകുന്ന പോലെ തോന്നി. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായല്ലോ എന്തെങ്കിലും സ്റ്റോണുകൾ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, കല്ലുകൾ എന്തെങ്കിലും പോകുന്നെങ്കിൽ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കുറെ അധികം പോകുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പിന്നെ യൂറിൻ നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു കല്ല് തെറിച്ച് പോയി, മൂത്രം പാസ് ചെയ്യുന്നതിന്റെ ഇടയിൽ തെറിച്ച് പോയി. ഇത് രണ്ടും എനിക്ക് കിട്ടിയത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. കാരണം പറഞ്ഞ പോലെ ആൾക്ക് ആദ്യം ഈ ഒരു 2 തവണ എന്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ പറഞ്ഞിരുന്നു, പഞ്ചസാര തരികൾ പോലെ പോകുന്നുണ്ട്, അത് കല്ലായിരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് യൂറിൻ ഈ കല്ല് പൊടിഞ്ഞു കഴിഞ്ഞാൽ യൂറിനിലൂടെ അങ്ങനെ പാസ് ചെയ്ത് പൊക്കോളും, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അതിൽ ആള് എന്താ കല്ലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്നേക്കാണ്. അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ച്